ഇന്ത്യയിലെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള 10 ഗ്രാമങ്ങളുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള കൊല്ലങ്കോടിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ. കൊല്ലങ്കോടിൻ്റെ വ്യൂ പോയിൻറ്റും കളങ്ങളും ക്ഷേത്രങ്ങളും ഒപ്പം തന്നെ ചെല്ലപ്പച്ചേട്ടൻ്റെ ചായക്കടയാട്ടോ ഈ വീഡിയോയിൽ. നല്ല കാറ്റും മഴയുള്ളപ്പോൾ ഡ്രോൺ പറത്തിക്കഴിഞ്ഞാൽ കിട്ടുന്ന വിഷ്വൽസൊക്കെ ആയിട്ട് നമ്മൾ ഈ എപ്പിസോഡിൽ കൊല്ലങ്കോട് നിന്ന് കാണിക്കാൻ പോകുന്നത്. കൊല്ലങ്കോട് എന്ന് പറയുമ്പോൾ തന്നെ പാലക്കാടിൻ്റെ ഗ്രാമങ്ങളുടെ അതിമനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളൊക്കെ കാണാൻ പറ്റുന്ന ഒരു ചെറിയൊരു സ്ഥലമാണ്. നല്ല മലനിരകളും പാടങ്ങളും പാടത്തിൻ്റെ വരമ്പുകളും പനകളും ഒക്കെ നിറഞ്ഞിട്ടുള്ളൊരു നല്ലൊരു സ്ഥലമാണ് കേട്ടോ. രാവിലെ തന്നെ നമ്മൾ യാത്ര തുടർന്നു. ക്രിസ്റ്റി എന്ന് പറയുന്ന ഒരു കൂട്ടുകാരൻ്റെ കൂടെ തന്നെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. നമ്മൾ ശരിക്കും ഒരു പാടത്തിൻ്റെ പച്ചപ്പും അവിടുത്തെ വരമ്പുകളും അതുപോലെ പനകളും മലകളും ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണാൻ പറ്റുന്ന ഇന്ത്യയിലെ അതിമനോഹരമായിട്ടുള്ള 10 ഗ്രാമങ്ങളിലെ ഒരു ലിസ്റ്റിൽ പെട്ടിട്ടുള്ള ഗ്രാമമാണ് കൊല്ലങ്കോട്. ഇതെങ്ങനെ എത്ര ഫേമസ് ആവാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്വിറ്ററിൽ കളേഴ്സ് ഓഫ് ഭാരത് എന്ന് പറയുന്ന ഒരു പേജിനകത്ത് ഇന്ത്യയിലെ തന്നെ 10 മനോഹരമായിട്ടുള്ള ഗ്രാമങ്ങളെക്കുറിച്ചുള്ള വിശേഷങ്ങൾ അതിനകത്ത് പങ്കുവച്ചു തന്നു. കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പ്രമുഖ വ്യവസായിയായിട്ടുള്ള ആനന്ദ് മഹീന്ദ്ര ഇത് ഷെയർ ചെയ്യുകയും ചെയ്തു. അങ്ങനെയാണ് ഈ കൊല്ലങ്കോട് കുറേയൊക്കെ ശ്രദ്ധിക്കാനൊക്കെ തുടങ്ങി. നമ്മൾ അതിന് ശേഷമൊക്കെയാണ് ഈ കൊല്ലങ്കോടിനെ കുറിച്ച് കേട്ടു തുടങ്ങിയത്. നല്ല പച്ചപ്പും പാടങ്ങളും വരമ്പുകളും അങ്ങനെ കുറേയൊക്കെ കുറേ ടൂറിസത്തിൻ്റെ സാധ്യതകളൊക്കെ ഇപ്പോൾ അവർ ഒന്ന് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാണുന്ന ഈ ഒരു പച്ചപ്പൊക്കെ അവർ നിർമ്മിച്ചിരിക്കുന്നത്. ഈ പാടത്തിനൊക്കെ ഉള്ളിലൂടെയൊക്കെ നടക്കാനും കുറേ ഫോട്ടോസൊക്കെ എടുക്കാനും ഒരു കാലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രസമായിട്ട് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. പിന്നെ ഏറ്റവും നല്ലൊരു ടൈം എന്ന് പറയുന്നത് ചെറിയൊരു മഴയുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഒപ്പം തന്നെ സൺസെറ്റ് കാണാനും നല്ല രസമാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നെല്ലിയാമ്പതി മലനിരകളൊക്കെ കാണാൻ പറ്റും. അവിടെ നിന്നുള്ള ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണാൻ പറ്റും. ഈ ഒരു വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് നല്ല രസമാണ്. നല്ല കാറ്റുണ്ടായിരുന്നു, നല്ല ഒരു ക്ലൈമറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഏർലി മോർണിംഗിൽ വന്ന് എൻജോയ് ചെയ്തൊരു സ്ഥലമാണ്. കൂടെ ഉണ്ടായിരുന്ന ഒരു ക്രിസ്റ്റി എന്ന് പറയുന്ന ഒരു ഫ്രണ്ടാണ് കൂടെ ഉണ്ടായിരുന്നത്. നല്ല രസമായിട്ട് അന്നത്തെ ഒരു ദിവസം മുഴുവൻ കൊല്ലങ്കോട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. ഇത് ശരിയാണ് ആകാശത്തുള്ളൊരു ദൃശ്യം കേട്ടോ. നല്ല രസമായിരുന്നു നമ്മൾ അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കാനായിട്ട്. അങ്ങനെ ആദ്യത്തെ വ്യൂ പോയിൻ്റ് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അടുത്ത സ്ഥലം എന്ന് പറയുന്നത് കളങ്ങൾ കാണാനായിട്ടോ. കളങ്ങൾ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഈ നെൽപ്പാടങ്ങളിൽ നിന്നൊക്കെ നെല്ലുകളൊക്കെ ശേഖരിച്ച് ഉണക്കി സൂക്ഷിക്കാനായിട്ട് കളങ്ങളൊക്കെ ഉണ്ടാക്കി വയ്ക്കും. അങ്ങനത്തെ ഒരു സ്ഥലത്തേക്കാണ് അടുത്തതായിട്ട് പോകുന്നത്. ഈ കൊല്ലങ്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ ചെറിയ വഴികളൊക്കെയാണ്. വലിയ ബസ്സൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. നമ്മൾ ചെറിയ ബസ്സുകളൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ചെറിയ കാറുകളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഇതാണ് ആ കാണുന്ന കളങ്ങളുടെ ഒരു ആകാശ ദൃശ്യം. അതിന് ചുറ്റിലായിട്ട് കുറേയധികം നെൽപ്പാടങ്ങളുണ്ട്, ചെറിയൊരു ചിറയുണ്ട്. ഈ കളങ്ങളെന്ന് പറയുമ്പോൾ പറഞ്ഞല്ലോ അവിടുത്തെ നെല്ല് സൂക്ഷിച്ച് വയ്ക്കാനായിട്ട് അവരുപയോഗിച്ചിരുന്നൊരു സ്ഥലമാണ്. ഇവിടെയും ഒത്തിരിയധികം ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും ഒരു വീക്ക് ഡേയ്സിലൊക്കെ വരാണെങ്കിലാണ് നമുക്ക് കുറേയൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുക. വീക്കെൻഡിലൊക്കെ വന്നാൽ നല്ല തിരക്കായിരിക്കും. ഈ കാണുന്ന കേട്ടോ കളം എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം നല്ല പഴക്കമുണ്ട്. 10-60 വർഷത്തെങ്കിലും പഴക്കമുണ്ട്. പനോലയം കൊണ്ടൊക്കെയാണ് അവർ അത് മേഞ്ഞിരിക്കുന്നത്. ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും നല്ല അടിപൊളിയായിട്ട് നമ്മൾ എൻജോയ് ചെയ്തിട്ടാട്ടോ ഇരുന്നിരുന്നത്. പിന്നെ അവിടെ തന്നെ കാണാൻ പറ്റിയിട്ടുള്ള മറ്റൊരു പ്രത്യേകതയാണ് ഈ നെൽപ്പാടത്തിനോട് ചേർന്ന് തന്നെ ഒത്തിരിയധികം മാവ് കൃഷി അവർ തുടങ്ങിയിട്ടുണ്ട്. മാവുകളൊക്കെ കുറേ ഉണ്ട്. ഒരു പ്രാവശ്യം പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഈ മാവിനിടയിലായിട്ട് നെൽകൃഷിയും കണ്ടിട്ടുണ്ട്. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം കണ്ടോ. ഈ ബാക്കിൽ കാണുന്നതാണ് നെല്ലിയാമ്പതി മലനിരകളൊക്കെ. ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണാൻ പറ്റും ഇവിടെ അവിടെ നിന്ന് കഴിഞ്ഞാൽ. ഇതിനകത്ത് അത്ര വിസിബിൾ അല്ല എങ്കിലും അപ്പുറത്ത് നമുക്ക് കാണുന്ന ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ നല്ല മനോഹരമായിട്ട് നമുക്ക് കാണാനായിട്ടൊക്കെ പറ്റും. ശരിക്കും ഒരു ടിപ്പിക്കലൊരു വില്ലേജ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ പറ്റും കൊല്ലങ്കോട്. നല്ല രസമാട്ടോ. ഇനി നമ്മൾ പോകുന്നതാണ് ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടയിലേക്ക്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാവണം കേട്ടോ. ഇവിടെയൊക്കെ ഒന്ന് അത്യാവശ്യം ഫേമസ് ആയതോടുകൂടി ഏറ്റവും നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള കുറച്ച് ഫുഡൊക്കെ കഴിക്കാനായിട്ട് ആഗ്രഹമുള്ളവർക്കൊക്കെ ഇവിടെ വരാവുന്നതാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് തുടങ്ങിയ കാലഘട്ടം പോലുള്ള കലണ്ടേഴ്സ്, ഇവിടെ വന്നിട്ടുള്ള
ഫേമസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. നമ്മൾ ഇഡലിയും വടയും സാമ്പാറും ഒക്കെയാണ് കഴിച്ചത്. നല്ല രസമായിരുന്നു നമ്മൾ ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കട. അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി ആൾക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും വന്ന് കാണാൻ പോകുന്നൊരു സ്ഥലം. പിന്നെ പോകുന്നതാണ് സീതാർകുണ്ട് വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. ഒരു വനത്തിനുള്ളിലുള്ളൊരു വെള്ളച്ചാട്ടമാണ്. നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ്. പക്ഷേ വേനൽക്കാലത്തായതുകൊണ്ട് അധികം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. കുഞ്ഞൊരു വെള്ളച്ചാട്ടമായിട്ടാണ് തോന്നി. പക്ഷേ തോന്നിയത് അതിൻ്റെ ശരിക്കും നല്ല മഴക്കാലത്തിനകത്ത് നല്ല ഫോഴ്സിലൊക്കെ വെള്ളം വരും, നല്ല രസമായിരിക്കും എന്നൊക്കെയാണ് കുറേയൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. നമ്മൾ എക്സ്പ്ലോർ ചെയ്ത ടൈം കുറച്ച് മോശമായിപ്പോയി. അധികം വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അടുത്തിനി നമ്മൾ പോകുന്ന ആടോ ചിറങ്ങഞ്ചിറ ക്ഷേത്രം എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. കുറച്ചൊരു കാടിനുള്ളിലേക്ക് പോകുന്നൊരു ഫീലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ പനോലകളും കുറേയധികം പാടങ്ങളൊക്കെ കണ്ട് നല്ല രസമായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ക്ഷേത്രത്തിൽ ചെന്നപ്പോഴത്തെ ടൈമിങ്ങും കുറച്ച് തെറ്റിപ്പോയെന്ന് തോന്നി. കാരണം നല്ല തിരക്കാണ്. എന്തോ ഒരു ഉത്സവമോ എന്തോ കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. കുറേയധികം ആൾക്കാർ വഴുന്നൊരു സ്ഥലം കൂടെയാണ്. മൊത്തത്തിൽ ആൽമരം കൊണ്ടൊക്കെ ചുറ്റപ്പെട്ടിട്ടുള്ളൊരു ക്ഷേത്രമാണ്. കുറേയധികം ആൾക്കാർ അവിടുത്തെ വിശ്വാസത്തേക്കൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനായിട്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. എങ്കിലും ചെറിയ കുറച്ച് നേരത്തേക്കൊന്നും അവിടെ നിൽക്കാനായിട്ട് നമുക്ക് തോന്നിയിരുന്നു. അത്രമാത്രം നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റിയൊന്നുമല്ല അവിടെ. കാരണം നല്ല തിരക്കായിരുന്നു, ഒത്തിരിയധികം ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെയോ കാര്യങ്ങൾ അവരവിടെ ചെയ്തുകൊണ്ടിരിക്കണ്ടായിരുന്നു. അത് കാരണം നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോരുകയും ചെയ്യും. അതാണ് കൊല്ലംകോടിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇഷ്ടമായി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു. മറ്റൊരു വീഡിയോ കാണാം.